PPC ചർച്ച് നിങ്ങൾക്ക് മുന്നിൽ അഭിമാന പുരസ്സരം കാഴ്ചവെക്കും. റാപ്ചർ, ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ സ്പർശിക്കുന്ന സ്കിറ്റ്. നേരം ഇത്രയുമായി ഇതുവരെ ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ലയോ? മാത്തുക്കുട്ടി, ഓ അതങ്ങനെ ഈ അപ്പനൊന്നും വിളിക്കത്തുമില്ല, ചുമ്മാ ഇങ്ങനെ നിൽക്കുക. അപ്പം പറഞ്ഞാലേ പിള്ളേർ കേൾക്കത്തുള്ളൂ. ഞാൻ എത്ര വട്ടം പറയണം, നിങ്ങൾക്കൊന്നും ഞാൻ വിളിച്ചൂടെ? ഓ, അവൾ രാവിലെ തുടങ്ങി, പിന്നെ വിളിച്ചാൽ ഉടനെ എഴുന്നേൽക്കുന്ന ഒരു പുത്രൻ. മാത്തു ഒന്ന് എഴുന്നേക്കടാ. എന്തോരം പ്രാർത്ഥിച്ചു കിട്ടിയ കൊച്ച, അതൊന്നും ഇവന് ഓർമ്മയില്ല. പണ്ട് ഇവൻ കൊച്ചിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഈ മനുഷ്യനിട്ട് പറയത്തുമില്ല. എന്തോ ചെയ്യാനടാ മാത്തു, എഴുന്നേക്കടാ. അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ മാത്തു മാത്തു എന്ന് വിളിക്കല്ലെന്ന്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തരണം? എന്താടാ മാത്തുവിനൊരു കുഴപ്പം? നല്ല പേരല്ലേടാ മാത്യു. എന്താ കുഴപ്പം? നീ ഇത് പറഞ്ഞാട്ടെ. എടാ പുതപ്പൊന്ന് മാറ്റി വെക്കടാ. നമുക്ക് എന്നിട്ടൊന്നും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച നീ. എനിക്ക് 100 കൂട്ടം പണിയുള്ളതാ. എപ്പോഴും ഇതിന്റെ പുറകെ നടക്കാൻ എനിക്ക് സമയമില്ലടാ. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പനെന്തേ എല്ലാരും വന്നേ ഇങ്ങോട്ടത്? ഈ അമ്മയുടെ ഒരു കാര്യം സമാധാനം തരത്തില്ല. ഇപ്പോഴും പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. എന്നാ ഇനി വാ, നമുക്ക് പ്രാർത്ഥിച്ചേക്കാം. കുറച്ചെങ്കിലും മനസ്സിന് സമാധാനം കിട്ടിട്ട്. ഞാൻ പാട്ട് പാടാൻ പോവാ, നിങ്ങൾ പാടിക്കണം കേട്ടോ. ശാലേം രാജൻ വരുന്നു. എന്തിനാടാ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്? അമ്മയ്ക്ക് അറിയത്തില്ലേ? അമ്മ പാട്ടുപുസ്തകത്തിൽ പാടുന്ന പോലെ ഒന്നും അല്ല ഇത് വേഴ്സസ് വ്യൂ ആ, വേഴ്സസ് വ്യൂ. വേഴ്സസ് വ്യൂ എന്താണെന്ന് അമ്മയ്ക്ക് അറിയാമോ? ഓ, നീ ഒന്നും മിണ്ടാതിരിക്കും, അവൻ എന്തുവേലും കാണിക്കട്ടെ. അമ്മയ്ക്ക് അറിയത്തില്ലേ, ഇതൊക്കെ ഞങ്ങൾ ന്യൂ ജനറേഷൻ പിള്ളേരുടെ പാട്ടുകളാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പാടുന്നത്, അല്ല നിങ്ങളെപ്പോലെ പുസ്തകങ്ങളും ബുക്കുകളും ഒക്കെ കൊണ്ടുപോയി നിന്നല്ല ഞങ്ങൾ പാട്ട് പാടുന്നത്. മനസ്സിലായോ? ഇനി എന്തെങ്കിലും ആവട്ടെ, നീ അങ്ങ് തുടങ്ങ്. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ആ മതി 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 മമ്മി, മതി, പാട്ട് നിർത്ത് മമ്മി. നമുക്ക് ഇത്രയും പാട്ടിയാൽ മതി. 2 സ്റ്റാൻസ് നമ്മൾ പാടില്ല, അത് മതി. എനിക്ക് പോയിട്ട് വരെ പരിപാടി. എനിക്കിപ്പോൾ ബൈബിൾ വായിച്ചിട്ട് എനിക്ക് ഒത്തിരി സമയം വേസ്റ്റ് ചെയ്യാനില്ല. എനിക്ക് ബൈബിൾ വായിച്ചിട്ട് പെട്ടെന്ന് പോകാനുള്ളതാണ്. ഒരു പാട്ട് പോലും കംപ്ലീറ്റ് ചെയ്യില്ല. നീ എന്തിനുള്ള പരിപാടിക്കാടാ? നീ ഇങ്ങനെയൊക്കെയാണോ ദൈവത്തെല്ലാം കണ്ടോണ്ടിരിക്കുന്നത്? നിനക്ക് അറിയാമോ? എടി നീ ചുമ്മാരി, അവൻ ഇത്രയെങ്കിലും ചെയ്തല്ലോ, അത് തന്നെ വലിയ കാര്യം. ദൈവമേ, ഇവന്റെ ഒരു കാര്യം. ഈ വീട്ടിൽ പുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി. എന്തോ ചെയ്യാണ്? ദൈവം ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. മമ്മി ഒന്ന് മിണ്ടായി. മമ്മി ഞാൻ 23 സങ്കീർത്തനം വായിക്കുന്നു. മമ്മിക്ക് അറിയത്തില്ലെങ്കിൽ മമ്മി മിണ്ടായി. നന്മക്കാരൻ്റെ അഷ്ടൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ. എനിക്ക് സമയമില്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവാണ്. ബാക്കി നിങ്ങൾ പ്രാർത്ഥിച്ചു. എന്റെ ദൈവമേ, എന്തോ പ്രാർത്ഥന! ഇവനൊക്കെ എങ്ങനെ പ്രാർത്ഥിച്ചു വന്നവന്? എന്റെ ദൈവമേ, ഈ വീട്ടിൽ എന്തെല്ലാം സംഭവിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. ഈ മനുഷ്യ ഒറ്റ ഒരുത്തനാ, ഇങ്ങനെ ഒന്നും പറയത്തില്ല ഈ പിള്ളേരെ കുറിച്ച്. ഈ പറയുന്ന കേട്ടാത്തൊന്നും എല്ലാം എന്റെ കുറ്റാന്ന്. നിനക്ക് ഇതിൽ പങ്കൊന്നുമില്ല. നിങ്ങൾ മിണ്ടണ്ട. നിങ്ങൾ ഒറ്റ ഒരുത്തനാ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. നിങ്ങൾ പിള്ളേരെ ഒന്നും ഇവിടെ അനുസരിക്കാൻ വരുന്നത്. നീയായി നിന്റെ പാടായി എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുത്. പള്ളിയിൽ ചെല്ലുമ്പോൾ നിനക്ക് പ്രാർത്ഥനയും, വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്റെ തലയിൽ കയറലും. എങ്ങനെ ദൈവം നമ്മുടെ വീടിനെ അനുഗ്രഹിക്കും? അപ്പൻ ഒരു വഴിക്ക്, പിള്ളേർ വേറെ വഴിക്ക്. എൻ്റെ കർത്താവേ, ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. യേശുപ്പച്ച എൻ്റെ കുടുംബത്തെ കാത്തു പരിപാലിക്കണേ. ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന വേദന ദൈവം അറിയുന്നല്ലോ. നീ എന്നെ അങ്ങ് എടുത്താൽ മതി. എനിക്ക് ഈ വേദന അനുഭവിക്കാൻ വയ്യ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വീട്ടിൽ ഒത്തിരി പണിയുണ്ട്, എനിക്കിനി പോവാ. ഇവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല. മാറ്റവിടെ ഇവിടെ മാറ്റിയ ചവിട്ടിയില്ലാതെ ഇങ്ങോട്ട് കയറിയത്. പിന്നെ എന്തിനാ മാറ്റി എവിടെ ചോദിച്ചു? ചവിട്ടിമത്തെ ചവിട്ടിയില്ലേ കയറിയത് ഇവിടെ? ഇതാണ് നിങ്ങൾ മില്ലേനിയൽസിന്റെ ഒരു പ്രോബ്ലം. ഓക്കെ, ഞാൻ ചോദിച്ചത് മാത്യു എവിടെയെന്നാ? എടാ, അവൻ പ്രാർത്ഥനയ്ക്ക് പോലും കിട്ടാതെ പോയതാ. നിന്നെ പോലെ ഒരുത്തനാ ഇവനെയൊക്കെ വഷളാക്കുന്നേ. നീ ഒരു വിശ്വാസിയുടെ മോൻ തന്നെ അല്ലയോ? അതെന്താ ആന്റി അങ്ങനെ ഒരു ടോക്ക്? ഒന്നും പറയുന്നില്ല. നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയോട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം. എന്റെ മമ്മി അവനോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കും. ഓക്കെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതായാലും സംസാരിക്കും. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. പെട്ടെന്ന് പോക്കടാ. എന്തോ ചെയ്യാനാ, കുടുത്തം കെട്ട പിള്ളേര്. ഇവരൊക്കെ ദൈവവചനം കേൾക്കുന്ന പിള്ളേരാ. എനിക്ക് ഒത്തിരി പണിയുണ്ട്, ഞാൻ അത് പോയി ചെയ്യട്ടെ. അയ്യോ, എന്റെ മൊബൈൽ വിളിക്കുന്ന ആരാന്ന് അറിയത്തില്ല. ഹലോ. ഹലോ, പ്രൈസ് ദി ലോർഡ്. അയ്യോ, പാസ്റ്ററാണോ? ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. അതെന്താ പറ്റിയ മാമേ? അച്ഛന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ല. മക്കളെ പറഞ്ഞായിട്ട് കേൾക്കത്തുമില്ല. എന്തോ ചെയ്യാന്? ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് മടുത്തു. എങ്ങനെയെങ്കിലും കർത്താവ് എന്നെ അങ്ങ് വിളിച്ചാൽ മതി. എനിക്കിവിടെ ജീവിക്കണ്ട. ഭാരപ്പെടണ്ട മാമേ, എനിക്കൊന്നേ പറയാനുള്ളൂ. ബദേൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്ററിന് പറയാ, ഇത് പാസ്റ്ററിന്റെ വീടല്ല, എന്റെ വീടായോണ്ട. പാസ്റ്റർ വീട്ടിൽ വന്നിരുന്നെങ്കിൽ പാസ്റ്റർ പറയത്തില്ലായിരുന്നു. അല്ല, അപ്പോഴും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ബദേൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്റർ അതൊക്കെ പറയാം. ബദേല് പ്രാർത്ഥിക്കും എന്ന് ഞാനല്ലേ അനുഭവിക്കുന്നു. ഭാരപ്പെടരുത് അമ്മാമേ, എനിക്ക് മറ്റൊന്നും പറയാനില്ല. ബദേൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
പാസ്റ്റർ എന്തിനാ വിളിച്ചത് പറ. എന്ത് പറഞ്ഞാലും ബദല് പ്രാർത്ഥിക്കുന്നതായിട്ട് കാര്യമുണ്ട്. ഞാനത് അനുഭവിക്കുന്നു ഇവിടെ. പാസ്റ്റർ എന്തിനാ എന്നെ വിളിച്ചേ പറ. ആ പിള്ളേരുടെ പേര് ഈ ബുക്കിലോട്ടൊന്ന് എഴുതിയത്. ബുക്ക് അറിയാമല്ലോ, എൻ്റെ ബുക്കിലൊന്ന് എഴുതി വെച്ചേര്. പാസ്റ്റർ ബുക്ക് ഞാൻ 10 വട്ടം എഴുതിയിട്ടുണ്ട്. പാസ്റ്റർ പേപ്പർ തിരിച്ചു നോക്കിയാൽ കാണാതൊക്കെ. അമ്മാമേ, അത് ഭാരപ്പെടാം. നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം. ഞാൻ അങ്ങോട്ടൊന്ന് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഇനി മോനുള്ളപ്പോൾ ഒന്ന് പറ, ഞാൻ അങ്ങോട്ടൊന്ന് വരാം. അവനെങ്ങനെയല്ലെന്ന് പറഞ്ഞ്. അവൻ രാവിലെ പോകുന്ന വൈകിട്ടാ വരുന്നത് പാസ്റ്ററെ. പാസ്റ്ററിന് കാണാൻ പറ്റത്തില്ല. അവൻ എപ്പോഴാണ് വരുന്നത് എനിക്ക് പോലും അറിയത്തില്ല. അമ്മ തഞ്ചത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് അവനെ ഒന്ന് വിളിച്ച് വീട്ടിൽ വരുത്തിയിട്ട് എന്നോടൊന്ന് പറ. ഞാൻ ആ സമയത്ത് അങ്ങോട്ട് വന്നോളാം. പാസ്റ്റർ എപ്പോഴാണ് പ്ലാൻ ചെയ്ത് ഞാൻ അവനെ വിളിക്കുക. ഇപ്പം എന്തെങ്കിലും പറഞ്ഞ് വിളിക്കുക. പാസ്റ്റർ ഒന്ന് വന്നൊന്ന് ചെയ്യും. എനിക്ക് ഭയങ്കര വേദന, നെഞ്ചി വരെ എടുക്കുന്നു. ഞാൻ സ്വർഗത്തിൽ പോയെങ്കിൽ അവരെങ്ങ് എടുത്താൽ മതി. ഞാൻ പിന്നെ ഇവിടെ താമസിക്കാം. അമ്മാമ എന്തായാലും ഒരു അരമണിക്കൂറിനകത്ത് ഞാൻ അങ്ങോട്ടൊന്ന് വരാം. എന്തെങ്കിലും പറഞ്ഞ് അവനെ ഒന്ന് ഇത് പ്രത്യാശയോടെ ഇരിക്കേ. പാസ്റ്റർ പറഞ്ഞിട്ട് പാസ്റ്റർ ഫോൺ വെച്ചു. ഈ അരമണിക്കൂർ എന്താ പറഞ്ഞു അവനെ വിളിക്കാനായി. ആട്ടെ, അവനെ എന്തെങ്കിലും പറഞ്ഞ് വിളിക്കുക. എന്തോ ചെയ്യാൻ. ആ ഫോണിൽ അവൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ അവനെല്ലാ ദിവസവും ഓരോരോ നമ്പറാണ്. ഏതാണ് ആർക്കറിയാം. കഴിഞ്ഞ ദിവസം വിളിച്ച നമ്പർ ഉണ്ടല്ലോ, ഞാൻ നോക്കട്ടെ ഒന്ന്. ഇനി അവൻ്റെ നമ്പർ നോക്കി എടുക്കണം. കിട്ടി, ഞാനൊന്ന് വിളിക്കട്ടെ. അവനെ കിട്ടുന്നില്ലല്ലോ. എടാ മാത്യു. എന്താ മമ്മി, എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്ത്? ഞാൻ എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്തു പോകുമ്പോ എന്നെ വിളിക്കല്ലേ. എടാ മോനെ, നീ അത്യാവശ്യമായിട്ട് ഇവിടെ വരണം. ഇവിടെ ഞാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെ ഉണ്ട്, അതൊന്ന് നോക്കിയെടുക്കാൻ വേണ്ടിയാ മോനെ. അത് ചിട്ടിക്കടക്കേണ്ട പൈസയായിരുന്നു. അത് പപ്പയുടെ പോക്കറ്റ് വല്ലതും കാണാം. നീ ഒന്ന് വന്ന് നോക്കിക്കേ. നിനക്ക് അത് കിട്ടുവാണെങ്കിൽ കുറച്ച് പൈസ നിനക്ക് തന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. എനിക്ക് തരും. മമ്മി എത്ര 50 ഷെയർ തരുമോ? എടാ നീ പെട്ടെന്ന് വാടാ. ആ പൈസ എനിക്ക് ചിട്ടി അടയ്ക്കാനുള്ളതാടാ. ഞാൻ വരാം. ഞാൻ വന്നതിന് ഒത്തിരി സമയം നിൽക്കത്തില്ല. മാക്സിമം ഒരു 10 മിനിറ്റ് നിൽക്കുക. അതിനപ്പുറം ഞാൻ നിൽക്കത്തില്ല കേട്ടോ. അങ്ങനെ ആണെങ്കിൽ ഞാൻ വരത്തുള്ളൂ. ഓക്കെ. നീ പെട്ടെന്ന് വരണേ. പാസ്റ്റർ ഇപ്പൊ വരും. വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. എന്തൊക്കെ പണിയുണ്ട്. എങ്ങനെയല്ല അവൻ്റെ കാര്യം എന്തെങ്കിലും ശരിയായാൽ മതിയായിരുന്നു. ഒന്ന് നോക്കട്ടെ. പാസ്റ്റർ ഇപ്പൊ വരും. അവരിപ്പോൾ വരാൻ സമയമാണ്. ഞാൻ അതൊന്ന് വൃത്തിയാക്കട്ടെ. എങ്ങനെ ഇട്ടത്? ഇവിടെ ആരുമില്ല ഒരു മനുഷ്യൻ തന്നെ സഹായിക്കാൻ. ഞാൻ ഒറ്റയ്ക്ക് വേണം ഇതെല്ലാം ചെയ്യാൻ. അവൻ വരുന്നുണ്ട് തോന്നുന്നു. ഓക്കെ. എടാ മോനെ, ഈ വന്നിട്ടാ. ഞാൻ അവിടെ വെച്ചേ. നോക്കിയിടോ ഒന്ന്. എന്താ മമ്മി അവിടെ കാണും. നമുക്ക് നോക്കാം. എനിക്ക് പകുതി തരാമെങ്കിൽ ഞാനൊന്ന് ആത്മാർത്ഥമായിട്ട് നോക്കാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ നിനക്ക് ചായ എന്ന് തരട്ടെ. നീ ചായ കുടി. ആരും ചായ ഒന്നും കുടിച്ചില്ലല്ലോടാ. എന്താ മമ്മി ഒരു ഉടായ്പ മണം മണക്കുന്നുണ്ടല്ലോ. നിനക്ക് ചായ തരാറില്ല. നീ എന്തോ അങ്ങനെയൊക്കെ പറയുന്നത്. നീ എന്നാ ചായ കുടിക്കും മോനെ. ഞാൻ രാവിലെ ചായ ഇട്ടത്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. എനിക്ക് വെയിറ്റ് ചെയ്യുന്ന സമയം എന്നെ നോക്കി എന്റെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ ഇത് പൈസ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞില്ല. നീ ചായ കുടിച്ചിട്ട് പോകും മോനെ. ഞാൻ ബൂസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ബൂസ്റ്റ്. എന്നാ ശരി, പെട്ടെന്ന് എടുക്കും. ഞാൻ അപ്പൊ തന്നെ പൈസ എവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. എന്റെ ദൈവമേ, പാസ്റ്റ് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. അവൻ ഇനി പെട്ടെന്ന് പോകും. ഞാൻ എന്തോ പറഞ്ഞു അവനെ ഇരുത്തവിടെ. എന്താ ഈ മമ്മി പെരുവിറുക്കുന്നത്? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് ഇങ്ങനെ പെരുവിറുക്കുന്നു. അല്ല മോനെ, ഞാൻ ചിന്തിക്കുന്നത് ആ ബൂസ്റ്റിനേക്കാൾ നല്ലത് മറ്റേ അങ്കിള് കൊണ്ടുവന്ന ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന മൈലോ ഉണ്ട്. അത് മതിയോ? നല്ലതാ. മൈലോ എങ്കിൽ മൈലോ എന്തായാലും എടുക്കുക. എന്തായാലും ഞാൻ കുടിച്ചാൽ മതി. ഇത് ഒരുമാതിരി മനുഷ്യനെ വടിയാക്കുന്ന ഏർപ്പാടാണ് മമ്മി കാണിക്കുന്നത്. മമ്മി പൈസ എവിടെ പറ. എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട്. മോനെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് ചെയ്യാം. ഓക്കെ മോനെ, 2 മിനിറ്റ് ഇപ്പൊ ഞാൻ ചെയ്യാം. ഓക്കെ. അമ്മോ, ആരോ വന്നു തോന്നല്ലോ. ആരോ കോളിംഗ് ബെൽ അടിച്ചല്ലോ. ആരോ നോക്കട്ടെ. അയ്യോ, പാസ്റ്ററാന്ന് തോന്നുന്നു. അമ്മ എനിക്ക് പണി തന്നെന്ന് തോന്നുന്നല്ലോ. ഐ എം ട്രാപ്ഡ്. അയ്യോ, പാസ്റ്ററാണോ? അയ്യോ, കുറച്ച് ദിവസമൊക്കെ ആയല്ലോ ഇവിടെ വന്നിട്ട്. എന്തുകൊണ്ട് പാസ്റ്റർ വിശേഷങ്ങൾ? പ്രൈസ് ലോർഡ് അമ്മാമ. എന്തുകൊണ്ട്? മോനുണ്ടോ ഇവിടെ? ഹായ് പാസ്റ്ററെ, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പാസ്റ്ററിനെ കാണണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ലോർഡ് മോനെ. ഞാനും മോനെ ഒന്ന് കാണണമെന്ന് വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എന്തുണ്ട് പാസ്റ്റർ വിശേഷം? എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? സുഖമായിട്ടിരിക്കുന്നു മോനെ. ഈ കഴിഞ്ഞ ആഴ്ച ഒന്നും മോനെ കണ്ടില്ല ചർച്ചിൽ. എന്തു പറ്റി? പാസ്റ്റർ, എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ലാസ്റ്റ് സൺഡേയിൽ എനിക്ക് കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം വിളിച്ചപ്പോൾ ഞാൻ അത് കമ്പൈൻ സ്റ്റഡിക്ക് പോയത്. അതിൻ്റെ മുമ്പത്തെ ആഴ്ചയിലും എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാഞ്ഞത്. ഞാൻ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും വരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പാസ്റ്ററെ. മോനെ, കമ്പൈൻ സ്റ്റഡിയൊക്കെ വേണം. പക്ഷെ നമ്മുടെ സഭായോഗം മുടക്കിയിട്ടാവരുത് ഒരിക്കലും. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമുക്ക് പോകണ്ടേ? പ്രത്യേകിച്ച് ഇപ്പം മോൻ എങ്ങനെ നോക്കിയാൽ തന്നെ നമ്മുടെ സഭയിൽ എത്രയോ പേര് മോന് മാതൃകയാക്കാനുണ്ട്. നമ്മുടെ സ്റ്റാൻലി അങ്കിളിനെയൊക്കെ നോക്കി എന്തൊരു ചുറുചുറുപ്പാണ്. പാട്ടും പാടും, പ്രസംഗിക്കും, ഒരുമിച്ച് ഡ്രമ്മും അടിക്കും. എന്തിനും പുള്ളി അവൈലബിളാണ്. അപ്പം മോന് അവരുടെയൊക്കെ കൂടി ഈ ദിവസങ്ങളിൽ നന്നായിട്ട് ഒന്ന് ആത്മീകമായിട്ടൊന്ന് ഉണരണം. കർത്താവ് വരുമ്പം കൈവിടപ്പെട്ട് പോകരുതെന്നുള്ളൊരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം എപ്പോഴും. ഞാനിതൊക്കെ ഒന്ന് പറയാനും സംസാരിക്കാനും മോനെ ഒന്ന് കാണാൻ വേണ്ടി ചില ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്ററെ, എനിക്കറിയാം പാസ്റ്ററെ.
പാസ്റ്റർ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പാസ്റ്ററെ. സ്റ്റാൻലി അങ്കിളാണ് എൻ്റെ റോൾ മോഡൽ തന്നെ. എനിക്ക് വരാൻ പറ്റാത്തത് വളരെയധികം സങ്കടമുണ്ട്. അടുത്ത ആഴ്ച തൊട്ട് ഞാൻ ഉറപ്പായിട്ടും വരാം പാസ്റ്ററെ. ഹായ് ബ്രോ, യോ എന്താ ബ്രോ നീ പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല? ഞങ്ങളുടെ വെയിറ്റ് ചെയ്യുവാണ്. നീ ഒന്ന് പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ? എന്ത് പറ്റിയടാ? നിന്നെ കണ്ടിട്ട് സംതിങ് പ്രോബ്ലം ഉള്ളോലെ, സംതിങ് ഫിഷി. പാസ്റ്റർ ഇരിക്കുന്നു. പാസ്റ്റർ. ഹായ് പാസ്റ്റർ. പ്രൈസ് ലോർഡ് മോനെ. പാസ്റ്റർ, ഞാൻ പാസ്റ്ററെ കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഞാൻ നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാസ്റ്ററെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അത് നല്ലതാ. ചർച്ചിനെ കുറിച്ചും പാസ്റ്ററിനെ കുറിച്ചും ഒക്കെ ഒരു ചിന്ത ഉള്ളത് നല്ലതാ ഇപ്പോഴത്തെ യൗവനക്കാർക്ക്. ഓക്കെ ഫ്രെഡി മോനെ, എന്നാൽ ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്ന് വരുന്നുണ്ട്. നമുക്ക് പിന്നീട് കാണാം. ഞാൻ ഇവനോട് അല്പം സംസാരിക്കട്ടെ. ഓക്കെ മോനെ, ശരി എന്നാൽ. Okay, we'll see you. Bye. Okay bro. Okay. I'll catch you later. Bye. അപ്പം മോനെ, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഒരു കാരണവശാലും ഈ ഭൂമിയിൽ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായി പോകരുത്. മോനൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമ്മൾ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. നമ്മൾ പ്രാർത്ഥിച്ചതും പാടിയതും ഒക്കെ വെറുതെയാവും. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ മോൻ ഈ ദിവസങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ മുമ്പോട്ട് വരുമെന്ന് പാസ്റ്റങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രത്യേകം മോന് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ദൈവം സഹായിക്കട്ടെ. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. മമ്മിയോട് പറഞ്ഞാൽ മതി കേട്ടോ മോനെ. ഓക്കെ പാസ്റ്റർ, ഞാൻ അടുത്ത ആഴ്ച തൊട്ട് സൺഡേയിൽ വന്നോ എല്ലാ സഭായോഗത്തിന് വന്നോളാം. ഓക്കെ പാസ്റ്റർ, നമുക്ക് വീണ്ടും കാണാം. ഞാൻ മമ്മിയോട് പറഞ്ഞേക്കാം. ഓക്കെ, ബൈ പാസ്റ്റർ. ശരി മോനെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം ആ മമ്മി ഒപ്പിച്ച പരിപാടിയാണ്. പാസ്റ്റർ വരുമെന്ന് ഞാൻ കരുതിയില്ല. മൂഡ് മുഴുവൻ പോയി. എന്ത് ചെയ്യാനാന്ന് പറ. നോക്കാം. ഇനി പാസ്റ്റർ പറഞ്ഞ പോലെ കർത്താവ് വല്ലതും വരുമോ? ഇത് കുറേ നാളുകൊണ്ട് പറയല്ലേ, വരത്തില്ലായിരിക്കും. ഇനി വന്നാലോ? പോട്ടെ, നമുക്ക് എന്തെങ്കിലും നോക്കാം. കുറച്ച് ഒന്ന് TV കാണാം, മനസ്സിന് സമാധാനം കിട്ടട്ടെ. ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഒരു മൂഡും ഇല്ല, മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ്. എന്നാൽ ഇനി പോയി കുറച്ച് നേരം ഉറങ്ങിയേക്കാം. എന്നാൽ ഉറങ്ങാം. നല്ല ക്ഷീണമുണ്ടല്ലോ, ഉറക്കവും വരുന്നില്ല. എന്ത് ചെയ്യാനാ? സഹൃദരെ, ഈ സമയത്ത് നമ്മുടെ കഥാപാത്രമായ മാത്യു ഉറങ്ങുകയാണ്. അവനൊരു സ്വപ്നം കാണുകയാണ്. അവൻ സ്വപ്നത്തിൽ കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. അയ്യോ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ? എല്ലാവരും ഇല്ലേ? പപ്പ, മമ്മി, നിങ്ങൾ എവിടെയാ? പപ്പ കാണുന്നില്ലേ? അയ്യോ, കർത്താവ് വന്നു. അയ്യോ പപ്പ, മമ്മി, നിങ്ങളിവിടെ ആരെങ്കിലും ഉണ്ടോ? കർത്താവ് വന്നോ? അതുകൊണ്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ എന്തോ സ്വപ്നം കണ്ടതാണോ? അയ്യോ, അതോ ശരിക്കും കർത്താവ് വന്നതാണോ? ദൈവമേ, എന്നെ കൈവിട്ടോ? ഞാൻ നരകത്തിൽ പോകുമോ? എൻ്റെ ദൈവം, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, പാസ്റ്റർ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. സഭായത്തിന് പോയാൽ മതിയായിരുന്നു. ആത്മീയത്തിൽ നിന്നാൽ മതിയായിരുന്നു. എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഇനി നിത്യം താഴത്ത് ഞാൻ അവകാശിയാണോ? അയ്യോ, പാസ്റ്റർ പറഞ്ഞ പോലൊക്കെ സംഭവിക്കുമോ? എല്ലാവരും എന്നെ കളിയാക്കുമോ? അയ്യോ, എനിക്കിവിടെ പീഡയാണോ? എൻ്റെ കർത്താവ്, നീ എന്നെ ഉപേക്ഷിച്ചോ? അയ്യോ, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഫ്രെഡി അവൻ പോയിട്ടുണ്ടാവും ഇല്ലെന്ന് നമുക്കറിയില്ല. എടാ ഫ്രെഡി, എന്തുവാടാ? എന്റെ പപ്പയും എന്റെ ഡാഡി മമ്മിയോട് വന്നിട്ടുണ്ടോ? നിങ്ങൾ കാണുന്നില്ലടാ, ഇവിടെ ആരുമില്ല. എന്റെ പപ്പയും മമ്മിയും കാണുന്നില്ല. കർത്താവ് വന്നാണെന്ന് തോന്നുന്നു. നിനക്ക് എന്തൊരു ഐഡിയ ഉണ്ടോ? ഒന്നും പോയില്ല, നമ്മളാരും പോയില്ല. പപ്പായും മമ്മിയൊക്കെ പോയി. പാസ്റ്റർ പറയുന്നത് കേട്ട് നിന്നാൽ മതിയായിരുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ പോകേണ്ടിയായിരുന്നു. അവർ പറഞ്ഞപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് പേടിയാകുന്നടാ. അവർ പറഞ്ഞ പോലെ സംഭവിക്കുവാടാ. ഇനി എന്ത് സൊല്യൂഷനാടാ? കർത്താവ് വന്നിട്ട് പോയി. നമ്മളിനി കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളിനി എന്ത് ചെയ്യും? നിന്റെ വാക്യം കേട്ടത് നിന്നാ എനിക്കിങ്ങനെ പറ്റിയത്. എൻ്റെ പപ്പായും മമ്മിയും പറഞ്ഞത് കേട്ടിരുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അവരോട് സ്വർഗത്തിൽ പോകാൻ. നീ കാരണമാണ് ഞാൻ പോകാത്തത്. നീ ഒറ്റ ഒരുത്തനാ എൻ്റെ കാരണം. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പാടുമായിരുന്നു, ആരാധിക്കുമായിരുന്നു. നീ പറഞ്ഞത് കാരണം ഞാൻ ഇപ്പം ഇത്രയൊക്കെ ആയത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. എന്ത് ചെയ്യാനാടാ? അയ്യോ, എന്ത് ചെയ്യാനാ? ഇനി എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യാനാ? എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. അയ്യോ, ഞാൻ കൈവിടപ്പെട്ടു പോയോ? എന്തുവാടാ മാത്യു നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് പിച്ചും പേയൊക്കെ പറയുന്നേ? നിനക്ക് എന്ത് പറ്റി? ഇത് നേരത്തെ കിടന്ന് ഉറങ്ങാന്? ഇത്ര നേരത്തെ വീട്ടിൽ വരുന്നതല്ലല്ലോ. എന്ത് പറ്റി ഇപ്പം?
മമ്മിയോ? മമ്മി പോയില്ലേ? മമ്മി പോയില്ലേ? ഞാൻ എവിടെ പോയില്ലെന്നാടാ പറയുന്നത്? അയ്യോ മമ്മി പോയില്ലേ? അയ്യോ മമ്മി, കർത്താവ് വന്നില്ലേ? മമ്മി പോയില്ലേ? ഞാൻ കർത്താവ് വന്നു, നിങ്ങളെല്ലാം പോയല്ലോ. എടാ ഞാൻ എങ്ങ് പോയില്ലടാ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ വരെ പോയേക്കുമായിരുന്നു. നിനക്ക് എന്ത് പറ്റി? പപ്പ എന്തിയെ? പപ്പായും മമ്മിയും എല്ലാം. നിനക്ക് എന്ത് പറ്റിയടാ? നിനക്ക് എന്ത് പറ്റി പറ. അയ്യോ മമ്മി, എനിക്ക് ആകെ തല പെരുക്കുന്നു മമ്മി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നിനക്ക് എന്ത് പറ്റി? മമ്മി, ഞാൻ കണ്ടു, കർത്താവ് വന്നു, നിങ്ങളെല്ലാവരും പോയി, ഫ്രെഡിയുടെ പപ്പായും മമ്മിയും പോയി, ഞാനും ഫ്രെഡിയും ഒക്കെ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടതാണോ എന്ത് സംഭവിച്ചാണോ എന്നൊന്നും എനിക്കറിയില്ല മമ്മി. ഓ, നീ വേറൊന്നും അല്ലല്ലോ, നല്ല കാര്യമില്ല സ്വപ്നം കണ്ടത്. ഇനിയെങ്കിലും നീ നന്നായി ജീവിക്കാൻ നോക്ക്. മമ്മി, ഇങ്ങനെ ഞാൻ ജീവിച്ചാൽ കൈവിടപ്പെട്ടു പോകുമോ എന്നെനിക്കിപ്പോൾ തോന്നുന്നു മമ്മി. മമ്മി, അടുത്ത ആഴ്ച തൊട്ട് ഞാനും വരാം മമ്മി പ്രാർത്ഥനയ്ക്ക്. പാസ്റ്ററോട് പറ മമ്മി, എന്നെ ഒന്ന് സേവ് ചെയ്യണമെന്ന് പറ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറ. മമ്മി, എനിക്ക് പേടിയാകുന്നു മമ്മി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളെ ഇതുവരെയും ഈ ഡ്രാമയിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് ഒരു സന്ദേശം മാത്രമേ പറയുവാനുള്ളൂ. നിങ്ങൾ കണ്ട മാത്യുവിൻ്റെ സ്വപ്നം ഒരു സ്വപ്നമായി തോന്നിയേക്കാം, എന്നാൽ അത് കേവലം ഒരു സ്വപ്നമല്ല. നാളെ ഈ ലോകത്തിൽ നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. അത് ഏത് സമയത്ത് നടക്കുമെന്ന് ആരും അറിയുന്നില്ല. ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന ഓരോ സംഭവവും അത് ഏത് സമയത്തും സംഭവിക്കാമെന്നതിനുള്ള സൂചനകളാണ്. ബൈബിളിൽ പറയുന്നത് പോലെ, കള്ളൻ വരുന്നത് പോലെ കർത്താവിൻ്റെ വരവും ഏത് സമയത്തും സംഭവിക്കും. ആ വരവിൽ നാം കൈവിട്ടു പോകാതിരിക്കേണ്ടതിനായി കർത്താവിനെ അറിയുക മാത്രമല്ല, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ രക്ഷ അറിയാത്തവരിലേക്ക് സുവിശേഷമായി പോകേണ്ടത് നമ്മുടെ ദൗത്യവുമാകുന്നു. ദിവസങ്ങൾ വളരെ അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. നാം കൈവിട്ടു പോകാതിരിക്കേണ്ടതിനായി ശ്രദ്ധയോടെ നമ്മുടെ ജീവിതം നയിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുദ്ധിമാന്മാർ കാഹേളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹേളനാദം കേൾക്കുന്ന മാത്രയിൽ